നിങ്ങളുടെ ജോലി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇല്ലാതാകുമോ? നിങ്ങൾ പഠിച്ച കോഴ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ഭാവിയിൽ വിലയില്ലാതാകുമോ? രണ്ടാം ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ അസംബ്ലി ലൈനുകൾ ഫാക്ടറി തൊഴിലാളികളുടെ ജോലി ഇല്ലാതാക്കിയതുപോലെ AI എല്ലാ സേവനങ്ങളെയും ഓട്ടോമേറ്റ് ചെയ്യാൻ ലക്ഷ്യമിടുന്നു. ജനറേറ്റീവ് AI കോഡിംഗ്, ഡിസൈനിങ് പോലുള്ള ക്രിയേറ്റീവ് ജോലികളെയാണ് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. വരുന്ന വലിയ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? 1760കളിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ആദ്യ ചുവടുവെപ്പ് മുതൽ വളരെ വലിയ മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 4ാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലാണ്. മനുഷ്യ ചരിത്രത്തെ രൂപകൽപ്പന ചെയ്ത വ്യത്യസ്ത വ്യാവസായിക വിപ്ലവങ്ങളെക്കുറിച്ചും എഐയുടെ ഭാവിയെക്കുറിച്ചും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ദിസ് ഈസ് എസ്ആർജെ ലൈഫ് സ്റ്റൈൽ. വെൽക്കം ടു അനദർ വീഡിയോ. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റീം എഞ്ചിന്റേതായിരുന്നു. ഇത് ബ്രിട്ടനിലാണ് ആരംഭിച്ചത്. 1760 മുതൽ 1840 വരെ നീണ്ടുനിന്ന ഒന്നാം വ്യാവസായിക വിപ്ലവത്തിൽ മെഷീനുകൾ തുണി ഉൽപാദനത്തെ മാറ്റിമറിച്ചു. സ്പിന്നിംഗ് ജെന്നി, പവർലൂം പോലുള്ള കണ്ടുപിടുത്തങ്ങൾ നെയ്ത്തിനെ യന്ത്രവത്കരിച്ചു. കോക്ക് ഉപയോഗിച്ചുള്ള ഇരുമ്പിന്റെ വൻതോതിലുള്ള ഉൽപാദനം റെയിൽവേകൾക്കും കപ്പലുകൾക്കും വഴി തുറന്നു. ജെയിംസ് വാറ്റിന്റെ സ്റ്റീം എഞ്ചിൻ ഫാക്ടറികൾക്ക് പുതിയ എനർജി നൽകി. ഫാക്ടറികൾ കേന്ദ്രീകരിച്ച് നഗരങ്ങൾ വളർന്നു. എന്നാൽ ഇന്ത്യയിൽ കൈത്തൊഴിൽ വ്യവസായങ്ങൾ തകർന്നു. ബ്രിട്ടീഷ് ഫാക്ടറികളിൽ നിർമ്മിച്ച വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിറഞ്ഞു. ഇത് പ്രാദേശിക നെയ്ത്തുകാരുടെ ഉപജീവനമാർഗം ഇല്ലാതാക്കി. ബ്രിട്ടീഷ് മെഷീനുകൾ നമ്മുടെ കൈത്തറി തകർത്തു. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യയെ അവരുടെ മില്ലുകളിലേക്കുള്ള ഇൻഡിഗോയുടെയും റോ കോട്ടന്റെയും കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റി. ആദ്യ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. മനുഷ്യർ കൃഷി അധിഷ്ഠിത ജീവിതം ഉപേക്ഷിച്ച് വ്യവസായ അധിഷ്ഠിത ജീവിതത്തിലേക്ക് മാറി. ജോലികൾ മാറി, ജീവിതം മാറി, സമൂഹം മാറി. 1870 മുതൽ 1914 വരെയുള്ള കാലഘട്ടത്തിലെ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റീൽ, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, മാസ് പ്രൊഡക്ഷൻ, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ് എന്നിവ കൊണ്ടുവന്നു. ഇതിനെ ടെക്നോളജിക്കൽ റവല്യൂഷൻ എന്നും വിളിക്കുന്നു. ഇവ വന്നപ്പോൾ ലോകം അടുത്ത സ്റ്റേജിലേക്ക് പോയി. സ്റ്റീൽ ഉൽപാദനം വളരെ ചിലവ് കുറഞ്ഞതായി. റെയിൽവേ ട്രാക്കുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ എല്ലാം സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ റെയിൽവേസ് വന്നത് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബ്രിട്ടീഷുകാർ ഏകദേശം 25,000 മൈൽ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുകയും ഗ്രാമങ്ങളെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു. ഇലക്ട്രിസിറ്റി വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചു, പവർ ഗ്രിഡുകൾ സ്ഥാപിച്ചു, വീടുകൾക്കും ഇൻഡസ്ട്രീസിനും വെളിച്ചമായി. ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വന്നതോടെ കാറുകളും വിമാനങ്ങളും സാധ്യമായി. ഹെൻറി ഫോർഡിന്റെ അസംബ്ലി ലൈൻ വെച്ചുള്ള മാസ് പ്രൊഡക്ഷൻ സിസ്റ്റം ഉൽപാദനം വേഗത്തിലാക്കി. ഇത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു. ടെലിഫോണും ടെലിഗ്രാഫും കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും മാറ്റി. ദൂരെയുള്ളവരുമായി നിമിഷങ്ങൾക്കുള്ളിൽ സംസാരിക്കാൻ കഴിഞ്ഞു. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കരകൗശല ഗ്രാമങ്ങൾക്ക് അവരുടെ മാർക്കറ്റുകൾ നഷ്ടപ്പെടുകയും കൈത്തൊഴിലാളികൾ അവരുടെ തറികൾ ഉപേക്ഷിക്കുകയും ചെയ്തതോടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങളും കൃഷിയിലേക്ക് തള്ളപ്പെട്ടു. 1950 മുതൽ 20ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിലെ തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കമ്പ്യൂട്ടറുകളുടെയും ഇന്റർനെറ്റിന്റെയും ആയിരുന്നു. മൂന്നാം വ്യാവസായിക വിപ്ലവത്തെ ഡിജിറ്റൽ റവല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഫാക്ടറികളിൽ ഓട്ടോമേഷൻ ആരംഭിച്ചു. മാനുവൽ ജോലികൾ ചെയ്യാൻ റോബോട്ടുകൾ എത്തി. പ്രൊഡക്ഷൻ വർദ്ധിച്ചു. ഹ്യൂമൻ എറേഴ്സ് കുറഞ്ഞു. ട്രാൻസിസ്റ്ററുകളുടെയും മൈക്രോപ്രൊസസറുകളുടെയും കണ്ടുപിടുത്തം കമ്പ്യൂട്ടറുകളെ ചെറുതും വില കുറഞ്ഞതുമാക്കി. ഇത് ഓട്ടോമേഷനും ഇലക്ട്രോണിക്സും എല്ലായിടത്തും പോസിബിൾ ആക്കി. ഇന്റർനെറ്റും വേൾഡ് വൈഡ് വെബും ഗ്ലോബലി ഉള്ള കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷൻ ഷെയറിംഗും എളുപ്പത്തിലാക്കി. ഇമെയിലുകൾ വന്നപ്പോൾ കത്തുകൾ അപ്രസക്തമായി. വെബ്സൈറ്റുകൾ വന്നപ്പോൾ ബിസിനസ്സുകൾ ഗ്ലോബലി വളരാൻ തുടങ്ങി. മൊബൈൽ ഫോണും ഫൈബർ ഒപ്റ്റിക്സും ലോകത്തെ കൂടുതൽ ബന്ധിപ്പിച്ചു. 1990കളിൽ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഇന്ത്യ ഒരു IT സൂപ്പർ പവറായി വളരാൻ തുടങ്ങി. ഇന്ത്യ ITയുടെയും സോഫ്റ്റ്വെയർ സർവീസസിന്റെയും ഒരു ഹബ്ബായി മാറി. ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലുള്ള നഗരങ്ങൾ ടെക് സെന്ററുകളായി വളർന്നു. നിരവധി ഇന്ത്യക്കാർക്ക് പ്രോഗ്രാമിംഗിലും BPO മേഖലകളിലും ജോലി ലഭിച്ചു. എന്നാൽ ഇന്നോവേഷൻ ലീഡർഷിപ്പിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് രംഗത്തും ഇന്ത്യ ഇപ്പോഴും പിന്നിലാണ്. മൂന്നാം വ്യാവസായിക വിപ്ലവത്തോടെ കമ്പ്യൂട്ടറുകളോടൊപ്പം വളർന്ന തലമുറ ഉയർന്നു വന്നു. ജോലികൾ പൂർണ്ണമായും മാറി. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, വെബ് ഡെവലപ്പർ എന്നിങ്ങനെ പുതിയ കരിയറുകൾ പിറന്നു. 20ാം നൂറ്റാണ്ടിന്റെ അവസാനം തുടങ്ങിയ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വിപ്ലവത്തിന്റെ പ്രത്യേകത എന്നാൽ ഫിസിക്കൽ വേൾഡ്, ഡിജിറ്റൽ വേൾഡ്, ബയോളജിക്കൽ വേൾഡ് എന്നിവ തമ്മിലുള്ള അതിർത്തി മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, 3D പ്രിന്റിംഗ് തുടങ്ങിയ നിരവധി ആധുനിക സാങ്കേതിക വിദ്യകൾ ചേർന്ന് മനുഷ്യരെ പുതിയ അധ്യായത്തിലേക്ക് നയിക്കുന്നു. വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത് പുതിയ തൊഴിൽ സാഹചര്യങ്ങളിലല്ല, മറിച്ച് ഇപ്പോഴുള്ള ജോലികൾ മനുഷ്യർ എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് പ്രധാന വ്യത്യാസം. ഫ്രിഡ്ജ് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യുമ്പോൾ അത് പലചരക്ക് സാധനങ്ങൾ തനിയെ ഓർഡർ ചെയ്യുന്നു. നിങ്ങളുടെ വാച്ച് നിങ്ങളുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്ത് ഡാറ്റ ഡോക്ടർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. കാറുകൾ തനിയെ ഡ്രൈവ് ചെയ്യുന്നു. ഇതാണ് 4ാം വ്യാവസായിക വിപ്ലവം.
എന്നാൽ ഇതിന്റെ എല്ലാം കേന്ദ്രത്തിലുള്ളത് ഒരൊറ്റ ടെക്നോളജിയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. AI യുടെ ആശയം ആദ്യമായി വരുന്നത് 1921 റോബോട്ട് എന്ന പേരിലാണ്. പിന്നീട് അലൻ ട്യൂറിംഗ് 1950 ട്യൂറിംഗ് ടെസ്റ്റ് മുന്നോട്ട് വെച്ചു. 1956 ഡാർട്ട്മൗത്ത് കോൺഫറൻസിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പേര് വരുന്നത്. അതിനുശേഷം ചിപ്പുകൾ, മെഡിസിൻ, റോബോട്ടിക്സ്, മറ്റ് മേഖലകളിൽ ഇത് പുതിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി. 1997 ഡീപ് ബ്ലൂ എന്ന IBM ഡെവലപ്പ് ചെയ്ത ചെസ് പ്ലേയിങ് സൂപ്പർ കമ്പ്യൂട്ടർ വേൾഡ് ചെസ് ചാമ്പ്യൻ ഗാരി കസ്പറോവിനെ തോൽപ്പിച്ചു. ഈ ചരിത്രം പറയുന്നത് AI ഒരു ഓവർനൈറ്റ് സക്സസ് അല്ല എന്നതാണ്. 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് ഉപയോഗം വർദ്ധിച്ചു. ഡാറ്റ അതിവേഗം വളർന്നു. ഇപ്പോൾ മെഷീനുകൾക്ക് വലിയ ഡാറ്റകൾ അനലൈസ് ചെയ്യാൻ കഴിയുന്നു. ഡീപ് ലേണിംഗ് ശക്തമായ റിസൾട്ടുകൾ നൽകാൻ തുടങ്ങി. ഇന്ന് OpenAIയുടെ ChatGPT പോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് കോൺവെർസേഷനിലൂടെ ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ എല്ലാം ജനറേറ്റ് ചെയ്യുന്നു. GPT-3 2020 പുറത്തിറങ്ങുന്നത്. ഇത് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ ഒരു എക്സ്പേർട്ടായി മാറി. 2022 ChatGPT പൊതുജനങ്ങൾക്കായി വന്നപ്പോൾ ലോകം ഞെട്ടി. എല്ലാവരും AI ഉപയോഗിക്കാൻ തുടങ്ങി. 2023 മുതൽ വളരെയധികം AI ടൂളുകൾ, ആപ്ലിക്കേഷനുകൾ, മോഡലുകൾ പൊതുജനങ്ങൾക്കായി അവൈലബിൾ ആവാൻ തുടങ്ങി. Where is AI now? AI ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലായിടത്തും AI ഉണ്ട്. ഫോൺ അൺലോക്ക് ചെയ്യാനുള്ള ഫേസ് റെക്കഗ്നിഷൻ, യൂട്യൂബ് വീഡിയോ റെക്കമെൻഡേഷൻസ്, സ്വിഗ്ഗി ഫുഡ് റെക്കമെൻഡേഷൻസ്, മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ റെക്കമെൻഡേഷൻസ്, വോയിസ് അസിസ്റ്റൻസ്, കസ്റ്റമർ കെയർ ചാറ്റ് ബോട്ട്സ് എല്ലാം AI ആണ്. സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്താനും സയന്റിഫിക് റിസർച്ചുകൾ വേഗത്തിലാക്കാനും AI ഉപയോഗിക്കുന്നു. ഹെൽത്ത് കെയർ, മാനുഫാക്ചറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ, ഇ-കൊമേഴ്സ് അങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പോൾ AI ഇന്റഗ്രേറ്റ് ചെയ്തു വരുന്നു. ഇന്ത്യയിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലുള്ള നഗരങ്ങൾ AI സെന്ററുകളായി വളരുന്നു. കൂടാതെ രാജ്യത്തെ ഒട്ടുമിക്ക ജീവനക്കാരും ഇപ്പോൾ AI ഉപയോഗിക്കുന്നുണ്ട്. സാം ഓൾട്ട്മാന്റെ നേതൃത്വത്തിലുള്ള OpenAI, ഗൂഗിൾ ഡീപ് മൈൻഡ്, മൈക്രോസോഫ്റ്റ് അഷ്യൂർ, മെറ്റ, ആമസോൺ AWS ആൻഡ് അലക്സ, ആന്ത്രോപിക്, NVIDIA എന്നിവരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ മേജർ പ്ലേയേഴ്സ്. ടെൻസെന്റ്, ബൈദു, അലിബാബ എന്നിവരും പ്രമുഖ പങ്കാളികളാണ്. 2025 അവസാനത്തോടെ ഇന്ത്യൻ AI മാർക്കറ്റ് $17 ബില്യൺ കടക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. 2030 ആകുമ്പോഴത്തേന് സൂപ്പർ ഇന്റലിജൻസ് വരുമെന്ന് സാം ഓൾട്ട്മാൻ പറയുന്നു. പക്ഷേ AI ഈ വേഗത കാരണം പലർക്കും AI ആൻസൈറ്റി ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് AI? എന്താണ് AI ഭാവി? ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് AGI. നിലവിൽ AI ചില ജോലികൾ മാത്രമാണ് എക്സ്പേർട്ട് ആയിട്ടുള്ളത്. എന്നാൽ AGI വന്നാൽ ഒരു മനുഷ്യനെ പോലെ ഏത് ജോലിയും ചെയ്യാൻ AIക്ക് കഴിയും. 2027-28 AGI സാധ്യമാകുമെന്ന് സാം ഓൾട്ട്മാൻ പറയുന്നു. ഓട്ടോണോമസ് എവറിത്തിങ്. സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ സാധാരണമാകും. ഡ്രോണുകൾ ഡെലിവറി ചെയ്യും. റോബോട്ടുകൾ വീട്ടുജോലികൾ ചെയ്യും. ഹെൽത്ത് കെയർ റവല്യൂഷൻ. ഡോക്ടർമാരെ പോലെ AI രോഗനിർണയം നടത്തും. പേഴ്സണലൈസ്ഡ് മരുന്നുകളും DNA അനുസരിച്ചുള്ള മികച്ച ചികിത്സകളും നൽകും. എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോർമേഷൻ. ഓരോ വിദ്യാർത്ഥികൾക്കും ഒരു പേഴ്സണലൈസ്ഡ് AI ട്യൂട്ടർ ഉണ്ടാകും. എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ശൈലിയിലും വേഗതയിലും പഠിക്കാൻ സാധിക്കും. ക്രിയേറ്റീവ് AI. AI നിർമ്മിത സിനിമകൾ, ബുക്സ്, മ്യൂസിക് തുടങ്ങിയവ നിങ്ങളിലേക്ക് എത്തും. ഹൗ വിൽ AI എഫക്ട് കറന്റ് ജോബ്സ്? നിലവിലെ ജോലികളെ AI എങ്ങനെ ബാധിക്കും? തൊഴിൽ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ AI കൊണ്ടുവരും. AI IT സെക്ടറിന് ഒരു വലിയ ഭീഷണിയാണ്. TCSലെ ലേ ഓഫിനെ ഒരു AI റെക്കണിംഗ് ആയാണ് കാണുന്നത്. റൂട്ടീൻ കോഡിംഗ്, ടെസ്റ്റിംഗ്, സിമ്പിൾ BPO ജോലികൾക്ക് ഇനി ഭാവി ഉണ്ടാവില്ല. ഫ്രഷേഴ്സിനെ നിയമിക്കാനുള്ള കമ്പനികളുടെ താല്പര്യം 18.8% നിന്നും 14% കുറഞ്ഞിരിക്കുന്നു. ഇത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെ ഡയറക്ട്ലി ബാധിക്കും. ഡാറ്റ എൻട്രി ജോബ്, സിമ്പിൾ അക്കൗണ്ടിംഗ്, ബേസിക് കസ്റ്റമർ സർവീസ്, റൂട്ടീൻ മാനുഫാക്ചറിംഗ് തുടങ്ങിയ ജോലികൾ AI കാരണം ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ തന്നെ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏകദേശം 40% ജോലികളെ AI ഓട്ടോമേഷൻ ബാധിച്ചേക്കാം. AI ജോബ് ട്രാൻസ്ഫോർമേഷന്റെ മറ്റൊരു ഭാഗമാണ് ജോബ് ക്രിയേഷൻ. 2030 ആകുമ്പോഴേക്കും 170 മില്യൺ പുതിയ ജോലികൾ ഉണ്ടാവുമെന്നാണ് വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ്, AI ട്രെയിനേഴ്സ്, AI എത്തിക്സ് എക്സ്പേർട്സ്, റോബോട്ടിക്സ് എഞ്ചിനീയേഴ്സ്, ഡാറ്റ സയന്റിസ്റ്റ്, AI ഹ്യൂമൻ കൊളാബറേഷൻ സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഡോക്ടർമാർക്ക് രോഗനിർണയത്തിനായി AI അസിസ്റ്റൻസിനെ ലഭിക്കുമ്പോൾ ലോയേഴ്സിന് റിസർച്ച് ചെയ്യാനും ടീച്ചേഴ്സിന് എഡ്യൂക്കേഷൻ പേഴ്സണലൈസ് ചെയ്യാനും AI സഹായകമാകും. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്നാൽ AI ജോലികൾ മോഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ബോറിംഗും റെപ്പിറ്റേറ്റീവുമായ ജോലികൾ AI ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ മനുഷ്യർക്ക് കൂടുതൽ ക്രിയേറ്റീവായ ജോലികളിലേക്ക് മാറാൻ സാധിക്കും. AI നമ്മുടെ സൊസൈറ്റിയിൽ വളരെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. റിമോട്ട് ഏരിയകളിൽ പോലും ഹെൽത്ത് കെയർ എളുപ്പത്തിൽ ലഭ്യമാകും. എഡ്യൂക്കേഷൻ എല്ലാവർക്കും ആക്സസിബിൾ ആകും. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഇനി വേഗത്തിലാകും. കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള പരിഹാരങ്ങൾ ഇനി വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കും. എന്നിരുന്നാലും പ്രൈവസി കൺസേൺസ് ഉണ്ടാവും. AI നമ്മെക്കുറിച്ച് എല്ലാം അറിയും. അതുകൊണ്ട് AIയുമായി ഡാറ്റ ഷെയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. AI വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഷോർട്ട് ടേം അൺഎംപ്ലോയ്മെന്റിലുള്ള വർധനവ്. ഇതൊക്കെയാണ് പ്രധാന വെല്ലുവിളികൾ.
265 വർഷങ്ങൾ, 4 വ്യാവസായിക വിപ്ലവങ്ങൾ. ഈ യാത്ര അവിശ്വസനീയമാണ്. നമ്മളിപ്പോൾ ഒരു ചരിത്രപരമായ നിമിഷത്തിലാണ് എത്തി നിൽക്കുന്നത്. AI നമ്മുടെ ലോകത്തെ റീഡിഫൈൻ ചെയ്യുകയാണ്. ഭയപ്പെടേണ്ട, അതിനെ സ്വീകരിക്കുക, പഠിക്കുക, അതനുസരിച്ച് മാറാൻ തയ്യാറാവുക. ചരിത്രത്തിലെ ഓരോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുമ്പോഴും ജോബ് ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ബട്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഈസ് ദ റൂൾ. അർഹതയുള്ളവർ നിലനിൽക്കും. നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് AI മേഖലയിലെ നമ്മുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്നതാണ്. വളരെ ബേസിക്കായി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഡാറ്റ അനോട്ടേഷൻ, AI എത്തിക്സ് എന്നിവ പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുക. See you in the next video. അതുവരയ്ക്കും stay tuned.